ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അടുത്തതായിട്ടൊരു സൺഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തേക്കണത്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി അടുത്തത് വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ഒരു പ്രോത്സാഹനം ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ സാധാരണ നേരം വൈകിട്ട് എഴുന്നേക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ 7 മണിക്ക് എഴുന്നേറ്റു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് കുറച്ച് ഗസ്റ്റുകളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഉച്ചയ്ക്ക് വരും അവർ. അപ്പോൾ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഫ്രഷായി റൂമിലെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടു. ജനലുകൾ നമ്മുടെ റൂമുകളിൽ ഇങ്ങനെ കാലത്ത് എഴുന്നേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നമ്മുടെ റൂമിലേക്ക് കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ. എപ്പോഴും ജനലുകൾ അടച്ചു പൂട്ടിയിടാണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്, വേൾഡ് മ്യൂസിക് ഡേ ആണ്, ഫാദേഴ്സ് ഡേ ആണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ചെറിയൊരു സെലിബ്രേഷൻ പോലെ നടത്താമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും അനിയന്മാരും മാത്രമാണ് ഇന്ന് വരുന്നുള്ളൂ കേട്ടോ. അവരെ ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ മുകളിലത്തെ ഹാള്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കുപ്പി കംപ്ലീറ്റ് ആക്കാണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയും വർക്ക് ബാക്കിയുണ്ട് ഇതുമേ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ 2-3 ബോട്ടിലാട്ടിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇതാണ് ഞാൻ ബോട്ടിലാട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം കൂടി ഒരു കവറിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ താഴെയായിരുന്നു ഞാനിരുന്ന് ചെയ്തിരുന്നത് ബോട്ടിലാട്ടമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വൃത്തികേടാവുന്നതുകൊണ്ട് ഞാൻ മുകളിലേക്ക് ആക്കിയതാണ്. ഇപ്പോൾ മുകളിൽ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ബോട്ടിലാട്ടുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാറ്. ഇത് ഞാൻ ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇതും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ ചെയ്തത് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ ന്യൂസ് പേപ്പറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. ഞാൻ ഹെഡിങ് മാത്രമേ എല്ലാ ദിവസവും വായിക്കാറുള്ളൂ. ന്യൂസ് പേപ്പർ മുഴുവനായിട്ട് അരിച്ച് പറക്കി വായിക്കലൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ ചെറിയ ഗാർഡൻ. മമ്മിയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. ഞാൻ ചെടികളൊക്കെ നനച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല. മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. അമ്മയ്ക്ക് ഈ ഗാർഡനൊക്കെ നോക്കാൻ വളരെ ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ ഹാള്. ഇനി അടുക്കളയിലേക്ക് ഉള്ള പണികളിലേക്ക് കിടക്കാൻ പോവാണ്. സബോള അരിഞ്ഞ് ഉച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും മമ്മിയൊക്കെ കൂടി. എൻ്റെ ഹസ്ബൻഡ് എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നൊരു കാര്യമാണിത്. ആപ്പിൾ സിഡർ വിനാഗർ 2 സ്പൂണോളം ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഹിമാലയൻ പിങ്ക് സാൾട്ടാണ് നമുക്ക് ആവശ്യം. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. സ്വല്പം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ്. ഒരു ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വെറും വയറ്റിൽ കുടിക്കുന്നത് നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഇതിനുണ്ട്. ഇനി 9:30 ഞങ്ങളുടെ കൃത്യം കുർബാനയുടെ ടൈമാണ്. കുർബാനയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പണികളിലേക്ക് കടന്നു. കുർബാന കഴിയുമ്പോൾ ഒരു 10:30 ആവും. പെപ്പർ ജീരക് ചിക്കനാണ്. ഞാൻ എൻ്റെ റെസിപ്പി മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് വറക്കേണ്ട ആവശ്യം ഉണ്ടായുള്ളൂ. ഇതിപ്പോൾ ബിരിയാണിക്കുള്ള സബോളയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ടായി അടുക്കളയിൽ പണികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട്. ഇത് പപ്പയുടെ പൈനാപ്പിൾ കട്ടിങ് സ്റ്റൈലാണ്. ആ പൈനാപ്പിളിൻ്റെ ബ്ലാക്ക് കളറുള്ള ആ ഹോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ചെളി ഉണ്ടാവും എന്നാണ് പറയണത്. അതുകൊണ്ടാണ് പപ്പ ഇങ്ങനെ കട്ട് ചെയ്തത്. ഞങ്ങളുടെ ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 12 മണിയോട് കൂടി. പപ്പയമ്മ അനിയന്മാരാണ്. അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞങ്ങളിവിടെ ഡൈനിങ് ടേബിളുമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു.
ചില്ലി പോർക്ക് പപ്പയാണ് ഉണ്ടാക്കിയത്. പിന്നെ പെപ്പർ ജീര ചിക്കൻ, സർലാസ്, ബിരിയാണി, പൈനാപ്പിൾ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ വിഭവങ്ങൾ. എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ടി വി കണ്ട് പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ കിടക്കാനായിട്ട് പോയി. 4 മണിക്കൊക്കെ പിന്നെ എഴുന്നേക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ റൗണ്ട് അടിക്കും. എല്ലാ ഞായറാഴ്ച ഉള്ളത് തന്നെയാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറച്ച് നാളായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇന്ന് ലോക്ക്ഡൗൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. പിരിഞ്ഞാലക്കുട പള്ളിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വെച്ചു. ലോക്ക്ഡൗൺ ആയി പിന്നെ കുർബാനയൊന്നും കാണാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോരാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ചർച്ച്. കുറേ നാളായി പള്ളിയൊക്കെ കണ്ടിട്ട്. ഞങ്ങൾ ഗ്രോട്ടോടെ അവിടെ പോയിട്ടൊന്ന് വണ്ടി നിർത്തി പ്രാർത്ഥിച്ച് പോന്നു. പള്ളിയുടെ അകത്തേക്കൊന്നും കയറിയില്ല, പള്ളി തുറന്നിട്ടില്ല. അതിനുശേഷം ഒന്ന് സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിച്ചു പോന്നു. സൺഡേ ആണെങ്കിലും ലോക്ക്ഡൗൺ ഇല്ലാത്തതുകൊണ്ട് വണ്ടികളൊക്കെ അത്യാവശ്യം റോഡുകളിലുണ്ട്. ഞങ്ങൾ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണിത്. ഈ ചേട്ടൻ കൊടയും പിടിച്ചാണ് സ്കൂട്ടിയിൽ പോകുന്നത്. വളരെ അപകടമുള്ള കേസാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഇപ്പോൾ 4 അമ്പലങ്ങളിൽ പ്രശസ്തമായൊരു അമ്പലമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അതിൻ്റെ മുന്നിൽക്കൂടെയൊക്കെ ഞങ്ങൾ പോയി. അങ്ങനെ കറങ്ങി തിരിച്ചെത്തിയപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് ചേട്ടന് കൊടുത്തു. അത് മാജിക് മിറർ ആയിരുന്നു. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അതിനുശേഷം വീണ്ടും ടി വി കണ്ട് പിന്നെ ഉറങ്ങേണ്ട സമയമൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.